ഹായ് എവൺ. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള രാസപ്രവർത്തനത്തിന്റെ വേഗവും റിഡോക്സ് രാസപ്രവർത്തനം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കിയാണ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്. നമുക്ക് ആ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് റിഡോക്സ് റിയാക്ഷൻസ്. അതിൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെക്കുറിച്ച് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ആ കെമിക്കൽ റിയാക്ഷന്റെ ഇക്വേഷനെ നമ്മൾ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആക്കുന്ന പരിപാടിയായിരുന്നു. മാസ് എന്ന് പറയുന്നത് ആദ്യവും പിന്നെയൊക്കെ ഈക്വൽ ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. ഒക്കെ പോട്ടെ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. മലയാളത്തിൽ ഇതിനെ ഓക്സീകരണവും നിരോക്സീകരണവും എന്ന് പറയും. അതായത് ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഒരാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും മറ്റൊരാൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയും ചെയ്യണം. ആരാണ് ഈ ആൾക്കാർ? ആറ്റങ്ങളാണ്. ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളം ഉണ്ടാവുമ്പോൾ ഹൈഡ്രജനോ ഓക്സിജനോ ഇലക്ട്രോണിനെ കൈമാറ്റം ചെയ്യുന്നുണ്ട്. പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു പുതിയ തന്മാത്ര അഥവാ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കഴിക്കുന്ന ഉപ്പ്, കോമൺ സാൾട്ട്, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനം, അതുണ്ടാവുന്നത് സോഡിയവും ക്ലോറിനും കൂടി ചേർന്ന് NaCl ഉണ്ടാവുമ്പോഴാണ്. അതായത് സോഡിയം എന്ന് പറയുന്ന ലോഹം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും ക്ലോറിൻ എന്ന് പറയുന്ന വാതകം ഇലക്ട്രോണിനെ സ്വീകരിക്കുകയും ചെയ്തിട്ട് രണ്ട് ആറ്റങ്ങളും കൂടി ചേർന്ന് പുതിയൊരു തന്മാത്ര അഥവാ മോളിക്യൂൾ ഫോം ചെയ്യുകയാണ്. അതാണ് NaCl. ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഈ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. ഞാൻ ആദ്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഇക്വേഷൻ എഴുതിയതാണ്. ബാലൻസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ എഴുതാം. ആദ്യം ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ഇലക്ട്രോണിനെയാണ് ഒരു ആറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. അത് എന്ത് ബേസിലാണ് നമ്മൾ മനസ്സിലാക്കാം? ആദ്യം നമ്മൾ ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ മനസ്സിലാക്കണം. അറ്റോമിക് നമ്പർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ആറ്റം എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനാണോ സ്വീകരിക്കാനാണോ പ്രവണത ഉള്ളത് മനസ്സിലാവും. ഉദാഹരണത്തിന് സോഡിയം എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് 281 എന്ന് പറയുന്ന ഇലക്ട്രോൺ വിന്യാസം വെച്ച് മൂപ്പര് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവുള്ള ആളാണ്. ആണല്ലോ. അതൊന്നും വിശദീകരിച്ച് ഇനി പറയുന്നില്ല, അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചാണ്. ക്ലോറിൻ എന്ന് പറയുന്ന ആള് 17 അറ്റോമിക് നമ്പർ, 287. അപ്പൊ ക്ലോറിൻ സ്വാഭാവികമായിട്ടും 8 തയ്ക്കണമെങ്കിൽ, ഒക്ടൽ സിസ്റ്റം അറ്റൈൻ ചെയ്യണമെങ്കിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ, 8 ആക്കണമെങ്കിൽ ഒരു ഇലക്ട്രോൺ ആവശ്യമുണ്ട്. ഇയാൾക്ക് ഈ ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ 8 ആയി. അങ്ങനെ രണ്ടുപേർക്കും സ്ഥിരത കിട്ടും, അതായത് സ്റ്റെബിലിറ്റി കിട്ടും. അപ്പൊ ഈ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. അല്ലാതെ മനുഷ്യന്മാർ കുറച്ച് ഉപ്പ് തിന്നോട്ടെ, നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടല്ല. സോഡിയം എന്ന് പറയുന്ന ആള് ബാഹ്യതമ ഷെല്ലിലെ അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും ക്ലോറിൻ എന്ന് പറയുന്ന ലോഹം അല്ലാത്ത അലോഹം 7 ഇലക്ട്രോൺ ഉള്ളതിനെ 8 ആക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഒരു പുതിയ മോളിക്യൂൾ അവിടെ ഫോം ചെയ്യുന്നത്. പുതിയ മോളിക്യൂളിന്റെ പേര് സോഡിയം ക്ലോറൈഡ് ആണ്. The sodium chloride is formed by the combination of sodium and chlorine. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാ സാധനങ്ങളും. ഏതൊരു പുതിയ തന്മാത്ര, ഒരു പുതിയ മോളിക്യൂൾ ഫോം ചെയ്യണമെങ്കിലും 2 അതിൽ കൂടുതലോ ആൾക്കാർ കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ അവരെ ഫെവിക്കോൾ കൊണ്ടോ പശ കൊണ്ടോ ഒട്ടിച്ച് വെക്കുകയല്ല. അവർ ഇലക്ട്രോണിനെ കൈമാറ്റം ചെയ്യുമ്പോൾ, അതായത് ഒന്നെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ പങ്കുവെക്കാം, ഷെയർ ചെയ്യാം. 2 ടൈപ്പ് ബോണ്ട് ഫോം ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ട്. കോവാലൻ ബോണ്ടും അയോണിക് ബോണ്ടും. അതിലേക്കൊന്നും കിടക്കുന്നില്ല. സോ ഇവിടെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഒരാളുണ്ട്, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ഒരാളുണ്ട്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ഓക്സീകരണം. അതായത് ഓക്സീകരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഇംഗ്ലീഷ് ഓക്സിഡേഷൻ, ദ ലോസ് ഓഫ് ഇലക്ട്രോൺ. അതായത് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന പരിപാടിയാണ് ഓക്സിഡേഷൻ. അപ്പൊ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പരിപാടി, ദി അക്സെപ്റ്റിംഗ് ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് reduction, or the gain of electron is called reduction, the loss of electron is called oxidation. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന പരിപാടിയെ ഓക്സീകരണമെന്നും ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പരിപാടിയെ നിരോക്സീകരണമെന്നും വിളിക്കുന്നു. അതാണ് നമ്മുടെ ടോപ്പിക്ക്. ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിന്റെ സമവാക്യം നമ്മൾ ആദ്യം എഴുതുക. ആരൊക്കെ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നു എന്ന് എഴുതി നോക്കാം. ശേഷം ആരാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് നോക്കുക. അയാൾക്കായിരിക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക? ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ടാവുക. ആരാണ് ഇലക്ട്രോണിനെ സ്വീകരിച്ചതെന്ന് നോക്കാം. അതാരാണെന്ന് നോക്കിയാൽ അയാളാണ് എന്തിന് വിധേയമായിട്ടുണ്ടാവുക? നിരോക്സീകരണം അഥവാ റിഡക്ഷന് വിധേയമായിട്ടുണ്ടാവുക. അങ്ങനെ ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയാം. എന്താ പറയാം? റിഡോക്സ് റിയാക്ഷൻസ്. റിഡോക്സ് റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ചാപ്റ്ററിന്റെ മെയിൻ ഹെഡിങ്ങിൽ തന്നെയുണ്ട് റിഡോക്സ് റിയാക്ഷൻസ്. റിഡോക്സ് റിയാക്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ അത്തരം രാസപ്രവർത്തനങ്ങളെയാണ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. റിഡോക്സ് റിയാക്ഷൻസിന്റെ ഇംഗ്ലീഷും മലയാളമൊക്കെ തന്നെയാണ്. സോ റിഡോക്സ് റിയാക്ഷൻസ് ആർ ദോസ് റിയാക്ഷൻസ് where the oxidation and reduction are happening simultaneously.
ഒരേ സമയം ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് വിളിക്കുക. വളരെ സിമ്പിളാണ്. റിഡോക്സ് റിയാക്ഷൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഓക്സിഡേഷൻ റിഡക്ഷനും എന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് പഠിക്കാം. ഓക്സീകരണവും നിരോക്സീകരണവും നമുക്ക് വ്യക്തമായിട്ട് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇക്വേഷൻ എഴുതാന്ന് പറഞ്ഞാൽ ഓക്സീകരണത്തിന്റെ ഇക്വേഷൻ വേറെയും നിരോക്സീകരണത്തിന്റെ ഇക്വേഷൻ വേറെയാണ് എഴുതുക. ഓക്സിഡേഷന്റെയും റിഡക്ഷന്റെയും ഇക്വേഷൻസ് ഒരുമിച്ചല്ല എഴുതുക, വേറെ വേറെയാണ് എഴുതുക. അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ രാസപ്രവർത്തനത്തിൽ ചാർജ് കൊടുക്കാൻ നമ്മൾ പഠിക്കണം. ഇപ്പൊ ഞാൻ ഈ എഴുതിയിട്ടുള്ളത് സോഡിയം ക്ലോറിനും കൂടി ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുന്ന ഒരു നോർമൽ കേസാണ്. ഈ ഇക്വേഷൻ ഒരു നോർമൽ ഇക്വേഷൻ ആണ്, ഒരു സാധാരണ കെമിക്കൽ റിയാക്ഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ ഇക്വേഷനെ ചാർജ് കൊടുത്ത് എഴുതുന്ന ഇക്വേഷൻ ആക്കി മാറ്റണം ആദ്യം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ആ ചാർജ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇന്ന ആൾ ഇലക്ട്രോണിനെ സ്വീകരിച്ചു, ഇന്ന ആൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് ചാർജ് കൊടുത്താലുള്ള ഉപയോഗം. എങ്ങനെയാണ് ചാർജ് കൊടുക്കുക? അതായത് സോഡിയം ആദ്യം ചാർജ് ഇല്ലാത്ത ആളായിരുന്നില്ലേ? രാസപ്രവർത്തനത്തിന് ശേഷം ഇലക്ട്രോണെ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് കിട്ടും, ഇലക്ട്രോണെ സ്വീകരിക്കുമ്പോൾ നെഗറ്റീവ് ചാർജ് കിട്ടും. ഇത് ആദ്യം മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇതിലൊന്നും പങ്കെടുക്കാതിരിക്കുന്ന സമയത്ത് ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇലക്ട്രോണെ വിട്ടുകൊടുത്താൽ ഓക്സിഡേഷൻ ആണ്, ഇലക്ട്രോണെ വിട്ടുകൊടുത്താൽ കിട്ടുന്ന ചാർജ് പോസിറ്റീവ് ആണ്. ഇലക്ട്രോണെ സ്വീകരിച്ചാൽ കിട്ടുന്ന നടക്കുന്ന പരിപാടി റിഡക്ഷൻ ആണ്, അത് നിരോക്സീകരണമാണ്. ഇലക്ട്രോണെ സ്വീകരിച്ചാൽ കിട്ടുന്ന ചാർജ് നെഗറ്റീവ് ആണ്. സോ ഈ രണ്ടും കൂടി ചേർന്ന് ഇത് ഉണ്ടായപ്പോൾ ഇവിടെ ഒരാൾക്ക് പോസിറ്റീവ് ചാർജും ഒരാൾക്ക് നെഗറ്റീവ് ചാർജും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഇക്വേഷനിൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്ന ആരാണ് നമുക്ക് സംശയമില്ല, സോഡിയം. അതുകൊണ്ട് സോഡിയത്തിന് ലാസ്റ്റ് കിട്ടിയ ചാർജ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ക്ലോറിൻ ആണ്, അതുകൊണ്ട് ക്ലോറിൻ കിട്ടിയ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. വെറുതെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എഴുതിയാൽ പോരാ. എത്ര ഇലക്ട്രോൺ ആണോ വിട്ടുകൊടുത്തത് അത്രയും പോസിറ്റീവ് ചാർജും എത്ര ഇലക്ട്രോൺ ആണോ അക്സെപ്റ്റ് ചെയ്തത് അത്രയും നെഗറ്റീവ് ചാർജാണ് കിട്ടുക. അപ്പോൾ സോഡിയം 1 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുത്തതെങ്കിൽ 1+ അല്ലെങ്കിൽ +1 രണ്ടും ആണ് കിട്ടുക. ക്ലോറിൻ 1 ഇലക്ട്രോണിനെയാണ് സ്വീകരിച്ചതെങ്കിൽ അവിടെ കിട്ടുന്ന ചാർജ് -1 അല്ലെങ്കിൽ 1- ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തുടക്കത്തിൽ ചാർജ് എന്തായിരിക്കും? സോഡിയത്തിന് ആദ്യം ചാർജില്ല, അന്തം വിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നതായിരുന്നു. ക്ലോറിനും ആദ്യം ചാർജില്ല, 0. ഇപ്പൊ എല്ലാവർക്കും നമ്മൾ ചാർജ് കൊടുത്തു, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തു. അങ്ങനെ ചാർജ് വ്യക്തമാക്കുന്ന ഇക്വേഷൻസ് ആണ് അയോണിക് ഇക്വേഷൻ, അയോണിക സമവാക്യം. എന്താ പറയാ? അയോണിക സമവാക്യം. ആദ്യം ഈ ചാർജ് ഇല്ലാതെ എഴുതിയ സമയത്ത് ഇത് എന്ത് സമവാക്യമായിരുന്നു? ഒരു സാധാരണ ഇക്വേഷൻ, ഒരു നോർമൽ സമവാക്യമായിരുന്നു. ഇറ്റ് വാസ് എ നോർമൽ ഇക്വേഷൻ. ബട്ട് നൗ ഇറ്റ്സ് ആൻ അയോണിക് ഇക്വേഷൻ ബിക്കോസ് വി ഡിനോട്ടഡ് ദ ചാർജസ് അബവ് ഇറ്റ്. ഓരോ ആറ്റത്തിൻ്റെയും മേലെ നമ്മൾ അതിൻ്റെ ചാർജ് കൊടുത്തു. ചാർജ് ഇല്ലെങ്കിൽ 0, ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജുകൾ. 1 ഇലക്ട്രോൺ കൊടുത്താൽ 1+, 1 ഇലക്ട്രോൺ സ്വീകരിച്ചാൽ 1-, 2 ഇലക്ട്രോൺ കൊടുത്താൽ 2+, 2 ഇലക്ട്രോൺ സ്വീകരിച്ചാൽ 2-. പക്ഷേ ഇവിടെ 1 ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നു, സ്വീകരിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോട്ട് എഴുതുന്ന സമയത്ത് എക്സാമ്പിൾ, ഓക്സിഡേഷൻ്റെ റിഡക്ഷൻ്റെ എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും. ആദ്യം ചാർജ് ഇല്ലാത്ത ഇക്വേഷൻ എഴുതുക, പിന്നെ അതിന് മേലെ അയോണിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് താഴത്തെടുത്ത് എഴുതുക, എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതുക, ചാർജ് മേലെ കൊടുത്തിട്ട് എഴുതുക. ശേഷമാണ് നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനും കണ്ടെത്താൻ പോകുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്ന ആളെ മാത്രം എടുത്ത് എഴുതുക. ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്ന ആൾ ആരാണ്? സോഡിയമാണ്, സോഡിയം. അപ്പൊ അതിന്റെ മാത്രം ഇക്വേഷൻ എഴുതുന്നല്ലേ ഓക്സിഡേഷന്റെ ഇക്വേഷൻ. ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുണ്ട് നമുക്ക്. പക്ഷേ ഓക്സിഡേഷന്റെ ഇക്വേഷൻ, റിഡക്ഷന്റെ ഇക്വേഷൻ, ഇങ്ങനെ 2 ഇക്വേഷൻസ് നമുക്ക് എഴുതാനുണ്ട്. ഇക്വേഷൻസ് നമ്മൾ എഴുതണമെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്, വെറുതെ എഴുതാൻ പറ്റില്ല. സോഡിയം എന്ന് പറയുന്ന ആള് ആദ്യം എന്തായിരുന്നു, പിന്നെ എന്തായിട്ട് മാറി, ഇത്രയേ ഉള്ളൂ ശരിക്ക് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സോഡിയം ആദ്യം ചാർജ് ഇല്ലാത്ത ആളായിരുന്നു, പിന്നെ എന്തായിട്ട് മാറി? ചാർജ് ഉള്ള ആളായി, അഥവാ സോഡിയം 1+ അല്ലെങ്കിൽ +1 ആയിട്ട് മാറി. എങ്ങനെയാ മാറിയത്? 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട്. ഇതാണ് ഓക്സിഡേഷന്റെ ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ. ഇതെന്താണ്? ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം. ഇതെങ്ങനെ വായിക്കാം? Na gives Na1+ +1 ഇലക്ട്രോൺ. Na എന്ന് പറയുന്ന സോഡിയം 1 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് Na1+ ആയിട്ട് മാറി എന്നാണ് അതിനർത്ഥം. Na ആരോ മാർക്ക് എന്ന് വായിക്കരുത്, ഗിവ്സ് എന്ന് വായിക്കാം, ഗിവ്സ്. Na gives Na1+ +1 ഇലക്ട്രോൺ. 1 ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തിയിട്ട് Na എന്തായിട്ട് മാറി? Na1+ ആയിട്ട് മാറി. അങ്ങനെ ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തുന്ന കേസിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുക. അങ്ങനെ ഇവിടെ റിഡക്ഷൻ നടന്ന ആർക്കാണ്? നമുക്കറിയാവുന്ന പോലെ തന്നെ ക്ലോറിൻ ആണ്. ക്ലോറിൻ ആദ്യം എന്തായിരുന്നു? ചാർജ് ഇല്ലാത്ത ആളായിരുന്നു. ക്ലോറിൻ എന്തായിട്ടാണ് മാറിയിട്ടുള്ളത്? ഇക്വേഷനിൽ നോക്കിയ റൈറ്റ് സൈഡിൽ Cl1- ആയിട്ടാണ് മാറിയിട്ടുള്ളത്. Cl1- ആയിട്ട് മാറിയെന്ന് ഇത് അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ എഴുതിയ പോലെ തന്നെ ഇലക്ട്രോണിന്റെ കണക്ക് എഴുതണം. ഇലക്ട്രോണെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷന്റെ കണക്ക് നമ്മൾ ഇലക്ട്രോണിൻ്റെത് എഴുതുന്നത് എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ആണ്. പക്ഷെ ഇലക്ട്രോണെ സ്വീകരിക്കുകയാണെങ്കിൽ ഇലക്ട്രോണിന്റെ കണക്ക് എഴുതുന്നത് ആരോ മാർക്കിന്റെ തൊട്ട് മുമ്പാണ്. അതായത് ക്ലോറിൻ 1 ഇലക്ട്രോണിനെ സ്വീകരിച്ച് Cl- ആയിട്ട് മാറി. Cl+1 ഇലക്ട്രോൺ ഗീവ്സ് Cl-.
Cl plus 1 electron gives Cl minus. അതായത് Cl ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് Cl 1 മൈനസ് ആയിട്ട് മാറി. സോഡിയം ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുത്തിട്ട് Na 1 പ്ലസ് ആയിട്ട് മാറി. Na liberated 1 electron or lost 1 electron to become Na1 plus. Cl accepted 1 electron to become Cl minus, and the accepting of electron is called a reduction. So this equation is the reduction equation here. സോ ഓക്സിഡേഷൻ്റെയും റിഡക്ഷൻ്റെയും കേസ് നമ്മൾ പഠിച്ചു. ഇനി അത് എഴുതി വെക്കണം അല്ലേ? എഴുതി വെക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതി വെക്കുക. ഓക്സിഡേഷൻ എന്ന ഹെഡിങ് എഴുതുക, അതിന് താഴെ എഴുതി വെക്കുക ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലോസിങ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ ദ ലോസ് ഓഫ് ഇലക്ട്രോൺസ്, ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. അത് താഴെ എഴുതുക റിഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. സിംപ്ലി അതിന് താഴത്ത് ഇത് പോസ് ചെയ്തിട്ട് എഴുതണം കേട്ടോ. അതിന് താഴത്ത് റിഡോക്സ് ഇക്വേഷൻ എന്ന് എഴുതുക, റിഡോക്സ് റിയാക്ഷൻസ് എന്ന് എഴുതുക. ഇക്വേഷൻ എന്നല്ല, റിഡോക്സ് റിയാക്ഷൻസ്. റിഡോക്സ് റിയാക്ഷൻസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ദ പ്രോസസ് ഇൻ വിച്ച് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ആർ ഹാപ്പനിങ് സൈമിൾട്ടേനിയസ്ലി. രണ്ടും ഒരേ സമയം നടക്കുന്നു എന്നർത്ഥം. ഇനി മലയാളത്തിൽ എഴുതുമ്പോൾ ഓക്സീകരണം എന്ന് എഴുതുക, അതിന് താഴെ എഴുതുക ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്ന പരിപാടി പറയുന്ന പേരാണ്, ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. നിരോക്സീകരണമോ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. റിഡോക്സ് പ്രവർത്തനമോ അല്ലെങ്കിൽ റിഡോക്സ് രാസപ്രവർത്തനം എന്ന് എഴുതിയിട്ട് അതിന് താഴത്തെ എഴുതുക ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് റിഡോക്സ് രാസപ്രവർത്തനങ്ങൾ. ഈ പറയുന്ന ഡെഫിനിഷൻസ് ഒന്ന് പോസ് ചെയ്തിട്ട് അത് എഴുതി വയ്ക്കുക. ശേഷം അതിൻ്റെ ഡെഫിനിഷൻ എഴുതിയതിന് ശേഷം എക്സാമ്പിൾ 1 എന്ന് എഴുതിയിട്ട് എഴുതുക ഈ ഇക്വേഷൻ. സോഡിയവും ക്ലോറിനും കൂടി ചേർന്ന് NaCl ഉണ്ടാവുന്ന ഇക്വേഷൻ. അതിന് താഴെ അതിൻ്റെ അയോണിക് ഇക്വേഷൻ. ആദ്യം ഇതിൻ്റെ ഈ ചാർജ് ഇല്ലാതെ എഴുതണം, ശേഷം അയോണിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ചാർജ് ഉള്ളത് എഴുതണം, ശേഷമാണ് നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ എഴുതേണ്ടത്. പിന്നെ ഞാൻ ചെറിയൊരു വ്യത്യാസം ഉള്ളത് പറഞ്ഞുതരാം. ഇപ്പം നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചില ആറ്റങ്ങളുണ്ട് ഒറ്റയ്ക്ക് നിൽക്കില്ല. അപ്പോൾ നമ്മൾ അതിനെ രാസപ്രവർത്തനത്തിലേക്ക് വേണ്ടി എടുക്കുന്ന സമയത്താണെങ്കിലും അത് ചിലപ്പോൾ രണ്ടാളായിട്ടായിരിക്കും നിൽക്കുക. അതായത് ഡയാറ്റോമിക് മോളിക്യൂൾ അഥവാ ദ്വയാറ്റോമിക് തന്മാത്രകളുണ്ട്. ദ്വയാറ്റോമിക് തന്മാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ പ്രകൃതിയിൽ കാണപ്പെടുന്നത് 2 പേര് ഒരുമിച്ചാണ്. അതായത് ഹൈഡ്രജൻ H2 ആയിട്ടാണ് നിൽക്കുക, അതേപോലെ ഓക്സിജൻ O2 ആയിട്ടാണ് നിൽക്കുക, നൈട്രജൻ N2 ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ ചില ആറ്റങ്ങളുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കില്ല. അപ്പോൾ അതിനെ എടുത്ത് നമ്മൾ രാസപ്രവർത്തനം നടത്തുമ്പോഴും അത് 2 ആളായിട്ടാണ് വരിക. അത്തരം ഒരാളാണ് Cl. നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് കിട്ടൂല. Cl എപ്പോഴും Cl2 ആയിട്ടേ വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അൺബാലൻസ്ഡ് ആയില്ലേ, ബാലൻസ് പോയല്ലേ. സോഡിയം ഒരാൾ ഒറ്റയ്ക്ക് കിട്ടും, നമുക്ക് കുഴപ്പമില്ല. Cl 2 ആൾ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഉത്തരത്തിൽ ആരേ വേണ്ടുള്ളൂ? NaCl2 വേണ്ട, NaCl വേണ്ടുള്ളൂ. ഉപ്പ് എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ എണ്ണയുടെ കൂടെ ഒരു Cl ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 Cl വരുന്നുണ്ടെങ്കിൽ റിസൾട്ടിൽ നമുക്ക് NaCl2 പറ്റൂല, NaCl ആയിട്ടാണ് നിൽക്കുള്ളൂ. അങ്ങനത്തെ NaCl വേണമെങ്കിൽ 2 ഉണ്ടാവാം. ഓക്കെ അല്ലേ? അപ്പോൾ 2 ഉണ്ടാവണമെങ്കിൽ എത്ര എണ്ണയും വേണം? 2 വേണം. അപ്പോൾ നമുക്ക് ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ ശരിക്കും ഇവിടെ 2 കൊടുക്കാൻ, താഴത്ത് കൊടുക്കാനൊന്നും പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ Cl 2 ഉണ്ടാവും. പക്ഷെ ഇവിടെ സോഡിയം ബാലൻസ് ആയിരുന്നു, അതിപ്പോൾ ഇവിടെ 2 ആയി. അപ്പോൾ നമുക്ക് ഇവിടെ 2 കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനും കൂടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചു. 2Na plus Cl2 gives 2NaCl. 2Na plus Cl2 gives 2NaCl. ഇങ്ങനെ എഴുതിയതിന് ശേഷമാണ് നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷനും എഴുതേണ്ടത്. ഇവിടെ റിഡക്ഷൻ എഴുതുന്ന കുറച്ച് ചെറിയ മാറ്റമൊക്കെ ഉണ്ട് ഇതിന് ബാലൻസിങ് നോക്കുമ്പോൾ. പക്ഷെ അത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചാൽ മതി. ഇപ്പോൾ നമ്മളത് നോക്കണമെന്നില്ല. Cl ഇവിടെ 2 ഉണ്ടല്ലോ. 2 Clന്റെ കണക്ക് എഴുതുമ്പോൾ ശരിക്ക് ഒരു Cl ഒരു ഇലക്ട്രോണെ സ്വീകരിക്കുമെങ്കിൽ 2 Cl ഉണ്ട് ഇവിടെ. അപ്പോൾ 2 Cl എത്ര ഇലക്ട്രോണെ സ്വീകരിക്കുക? 2 ഇലക്ട്രോണെ സ്വീകരിക്കും. എന്നിട്ട് Cl2 ആയിട്ട് മാറും. അത് നിങ്ങളിപ്പോൾ നോക്കണ്ട, നിങ്ങളിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഈ കാര്യം നോക്കിയാൽ മതി. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞു തന്നു. ഇനി വേറെ എവിടെയെങ്കിലും അതിൻ്റെ റിഡക്ഷൻ ഇക്വേഷൻസ് കേൾക്കുമ്പോൾ സാറ് പറഞ്ഞു തന്നു ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞോളൂ. സോ ഓക്സിഡേഷൻ റിഡക്ഷൻ അതിൻ്റെ ഇക്വേഷൻസ് സിമ്പിളായിട്ട് എഴുതി വയ്ക്കുക. അതിൻ്റെ ഡെഫിനിഷൻ എഴുതിയതിന് ശേഷം ഈ ഇക്വേഷൻസ് ബാലൻസ് ചെയ്ത് തന്നെ എഴുതി വയ്ക്കുക. നേരത്തെ എഴുതിയതല്ല എഴുതി വെക്കേണ്ടത്. ഓക്കെ, സോ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ ചെയ്യാം. അതുകൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോയിന്റുകളിൽ ഒരു 2 ഫ്രഷ് ആയിട്ടുള്ള പോയിന്റ് കൂടെ പറയാൻ നമ്മൾ ബാക്കിയുണ്ട്. നേരത്തെ വിട്ടുപോയതാണ്, ഇതിൻ്റെ ബാക്കിയാണ്. സോ ഓക്സികാരി, നിരോക്സികാരി, ഇങ്ങനെ 2 ടേംസ് ഉണ്ട്. ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്. ഇത്രയും നേരം നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനുമാണ് പഠിച്ചത്, അഥവാ ഓക്സീകരണവും നിരോക്സീകരണവും. ഇനി ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്, ഇങ്ങനെ 2 പേരുണ്ട് ഒരു ഇക്വേഷനിൽ. ഇങ്ങനെ 2 പേരെയും കൂടെ നമ്മൾ കണ്ടെത്താനുണ്ട്. അതെങ്ങനെ കണ്ടെത്താന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇവിടെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും നമുക്കറിയാം. അഥവാ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അല്ലേ. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആൾക്ക് റിഡക്ഷനാണ് സംഭവിക്കുന്നത്. ഇതിൽ സംശയമൊന്നുമില്ല. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ഓക്സീകരണവും ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ നിരോക്സീകരണവും സംഭവിക്കും.
ഓക്സീകരണം സംഭവിച്ചത് ഇവിടെ സോഡിയത്തിനാണ്. പക്ഷേ എന്താണ് ഒന്ന് 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 ഓർത്തു നോക്കുക, ഓക്സിഡേഷൻ അഥവാ മേലത്തെ ഈ ടേമിലുള്ള ഒരു വാക്ക് സംഭവിച്ചത് ശരിക്കും സോഡിയത്തിനാണ്. ഓക്സിഡേഷൻ ഏജന്റ് അല്ല, ഓക്സിഡേഷൻ സംഭവിച്ചത് സോഡിയത്തിനാണ്, അഥവാ ഓക്സീകരണം സംഭവിച്ചത് സോഡിയത്തിനാണ്. ഓക്സിഡേഷൻ സംഭവിക്കാൻ കാരണക്കാരൻ ആരാണോ അതാണ് ഓക്സിഡൈസിങ് ഏജന്റ്. സോഡിയത്തിന് ആണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ കാരണം ആരാ? സോഡിയം അല്ല, കാരണം കൂടെയുള്ളത് Cl ആണ്. അപ്പൊ കാരണം Cl ആണ്, അഥവാ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് Cl ആണ്. ഒരു ഉദാഹരണം കൂടെ പറയുമ്പോൾ മനസ്സിലാവും. നിരോക്സീകരണം സംഭവിച്ചത് ക്ലോറിൻ ആണ്, പക്ഷെ നിരോക്സികാരി അഥവാ റെഡ്യൂസിങ് ഏജന്റ് ക്ലോറിൻ അല്ല. അത് നിരോക്സീകരണം സംഭവിക്കാൻ കാരണക്കാരനായിട്ടുള്ള കൂടെയുള്ള ആളാണ്. അതാരാണ്? സോഡിയമാണ്. അതായത് ഓക്സീകരണം സംഭവിച്ചത് സോഡിയത്തിനാണെങ്കിലും ആ ഓക്സീകരണം സംഭവിക്കാൻ കാരണക്കാരായ ആളാണ് ഓക്സികാരി. ഇവിടുത്തെ ഓക്സികാരി ക്ലോറിൻ ആണ്. നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ സ്വീകരിച്ച പ്രവർത്തനമാണ്. പക്ഷെ നിരോക്സീകരണം സംഭവിച്ചത് ക്ലോറിൻ ആണെങ്കിലും നിരോക്സീകരണം സംഭവിക്കാൻ കാരണക്കാരനായ ആളെയാണ് നമ്മൾ നിരോക്സികാരി അഥവാ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയാം. അത് ക്ലോറിൻ ആണ് സംഭവിച്ചത്. നിരോക്സീകരണം സംഭവിച്ചത് ക്ലോറിൻ ആണെങ്കിലും സംഭവിക്കാൻ കാരണമായത് കൂടെയുള്ള സോഡിയമാണ്. അതുകൊണ്ട് നിരോക്സികാരി അഥവാ റെഡ്യൂസിങ് ഏജന്റ് സോഡിയമാണ്. ഇനി മനസ്സിലാവാത്തവരോട് ചോദിക്കുക, ഒരു രാസപ്രവർത്തനത്തിൽ ഒരാൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയും ചെയ്യും, ഒരാൾ സ്വീകരിക്കുകയും ചെയ്യും. വിട്ടുകൊടുക്കുമ്പോൾ ഓക്സിഡേഷൻ, സ്വീകരിക്കുമ്പോൾ റിഡക്ഷൻ ആണ് സംഭവിക്കുക. വിട്ടുകൊടുക്കുമ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിക്കാൻ കാരണക്കാരായ ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്, അത് ക്ലോറിൻ ആണ്. റിഡക്ഷൻ സംഭവിച്ചത് ക്ലോറിൻ ആണെങ്കിലും റിഡക്ഷൻ സംഭവിക്കാൻ കാരണക്കാരൻ ആരാണ്? സോഡിയമാണ്. അതാണ് അതിന്റെ ഏജന്റ്, നിരോക്സികാരി. ഓക്സിജൻ സംഭവിക്കാൻ കാരണക്കാരൻ ആയിട്ടുള്ള ആളാണ് അതിന്റെ ഓക്സിഡൈസിങ് ഏജന്റ്, അതാരാണ്? ക്ലോറിൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ്. ഇത് എല്ലാ ഇക്വേഷനിൽ നിന്നും നമുക്ക് ഇങ്ങനെ ഒരു ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും കണ്ടെത്താനുണ്ടാവും. സോ ഇതും കൂടെ ഒന്ന് വൃത്തിയായിട്ട് എഴുതി വെക്കുക. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഡെഫിനിഷൻ എഴുതൊന്നും വേണ്ട. ഓക്സിഡേഷൻ സംഭവിക്കാൻ കാരണക്കാരായിട്ടുള്ള ആരാണോ അതാണ് ഓക്സിഡൈസിങ് ഏജന്റ്. മനസ്സിലാക്കി വെച്ചാൽ ഇത് ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ല. ഓക്സീകരണം സംഭവിക്കാൻ കാരണക്കാരനായിട്ടുള്ള ആളാണ് ഓക്സികാരി, കൂടെയുള്ള ആളാണ്. നിരോക്സീകരണം സംഭവിക്കാൻ കാരണക്കാരായിട്ടുള്ള ആളാണ് നിരോക്സികാരി അഥവാ ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും. ഇത് ഒന്ന് എഴുതിയെടുക്കുക. ശേഷം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എഴുതാം. നമ്മുടെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഓക്സിഡേഷൻ റിഡക്ഷനും അതിൻ്റെ ഏജൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യവും ഓക്സിജനും കൂടി ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് MgO ഉണ്ടാവുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യമാണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇത് ബാലൻസ്ഡ് അല്ല. ബാലൻസ് നമുക്ക് ലാസ്റ്റ് ചെയ്യാം, അപ്പോഴേ നിങ്ങൾക്ക് അത് വ്യക്തമാകുള്ളൂ. Mg എന്ന് പറയുന്ന മഗ്നീഷ്യം ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തിക്കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ബേൺസ് വിത്ത് ഓക്സിജൻ ഇറ്റ് വിൽ ഗിവ് മഗ്നീഷ്യം ഓക്സൈഡ് അഥവാ MgO. ഇവിടെ മഗ്നീഷ്യം എന്ന് പറയുന്ന ആളെ പരിചയപ്പെടണമെങ്കിൽ ആദ്യം നമുക്ക് അതിന്റെ അറ്റോമിക് നമ്പർ അറിയണം. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282 ആണ്. ഓക്സിജൻ എന്ന് പറയുന്ന ആള് നമ്മൾ ശ്വസിക്കുന്ന ആളാണ് അല്ലെ, അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ് അഥവാ 26 ആണ് ഇലക്ട്രോൺ വിന്യാസം. മഗ്നീഷ്യത്തിന് അവസാന ഷെല്ലിൽ 8 തികയ്ക്കണമെങ്കിൽ ഈ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കാണ് ഏറ്റവും സുഖം. അപ്പോൾ ഇവിടെ 8 ആവും. അപ്പോൾ അതിന്റെ വാലൻസി, അതിന്റെ സംയോജകത എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് അത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ടാവുക? 2 ഇലക്ട്രോൺ. ഓക്സിജൻ എന്ന് പറയുന്ന ആള് ഇയാൾക്ക് മാച്ച് ആയിട്ടുള്ള ആളാണ്. കാരണം ഇയാൾ വിട്ടുകൊടുക്കുന്ന 2 ഇലക്ട്രോൺ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരാളാണ് ഓക്സിജൻ. നേരത്തെ നമ്മൾ സോഡിയം ഒന്ന് വിട്ടുകൊടുത്തപ്പോൾ ക്ലോറിൻ ഒന്ന് സ്വീകരിച്ച പോലെ ഇവിടെ മഗ്നീഷ്യം 2 വിട്ടുകൊടുക്കുമ്പോൾ ആ 2 സ്വീകരിക്കുന്ന കപ്പാസിറ്റി ഉള്ള ആളാണ് കൂടെ വന്നിട്ടുള്ളത്. ക്ലോറിൻ അല്ല. ആരാണ് ഇവിടെ ഉള്ളത്? ഓക്സിജൻ ആണ്. ഓക്സിജൻ 2.6 ആണ്. 2.6 എന്ന് പറയുമ്പോൾ 8 ആവണമെങ്കിൽ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺസ് മോർ നീഡഡ് ടു ഗെറ്റ് ഒക്ടൽ സിസ്റ്റം. 8 ആവണമെങ്കിൽ 2 വേണം. ഇയാൾക്കാണെങ്കിൽ 8 ആവണമെങ്കിൽ 2 വിട്ടുകൊടുക്കണം, ഇയാൾക്കാണെങ്കിൽ 8 ആവണമെങ്കിൽ 2 സ്വീകരിക്കണം. സോ ദേ ആർ മാച്ച്. ഒരു നല്ലൊരു മാച്ചുള്ളൊരു ജോഡിയാണ്. സോ മഗ്നീഷ്യം ആദ്യം ചാർജ് ഇല്ലാത്ത ആളായിരുന്നു. ഏതൊരു ആറ്റം ഒറ്റക്ക് നിൽക്കുമ്പോൾ ചാർജ് ഉണ്ടാവില്ല, നമുക്കറിയാം. ഇവിടെ പക്ഷേ Mg 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് 2+ അല്ലെങ്കിൽ +2 ആവും. ഓക്സിജൻ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു അല്ലെ, അപ്പൊ 2 മൈനസ് ചാർജ്. ഇങ്ങനെ 2 ഇലക്ട്രോൺ സ്വീകരിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരാൾക്ക് പ്ലസ് ചാർജ് ഒരാൾക്ക് നെഗറ്റീവ് ചാർജ് ആണ് കിട്ടുക, നമുക്കറിയാം. ഇവിടെ ഓക്സിജനെ സംഭവിച്ച ആൾക്കായിരിക്കും ഇലക്ട്രോൺ വിട്ടുകൊടുത്ത ആൾക്കായിരിക്കും. മഗ്നീഷ്യമാണ് ഇലക്ട്രോൺ വിട്ടുകൊടുത്തുള്ളത്, അതുകൊണ്ട് Mg 2+. ഓക്സിജൻ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച ആളാണ്, അതുകൊണ്ട് 2-. അതുകൊണ്ട് ഓക്സീകരണം സംഭവിച്ചത് ഇവിടെ, ഓക്സിഡേഷൻ സംഭവിച്ചത് Mgക്കാണ്, റിഡക്ഷൻ സംഭവിച്ചത് ഓക്കാണ്. ചാർജ് നോക്കിയാൽ മതി. ഇടതുഭാഗത്ത് ചാർജ് ഇല്ലാത്ത ആൾക്ക് വലതുഭാഗത്ത് പോസിറ്റീവ് ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇടതുഭാഗത്ത് ചാർജ് ഇല്ലാത്ത ആൾക്ക് വലതുഭാഗത്ത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അയാൾക്ക് റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. സോ ഇവിടെ ഓക്സിഡേഷൻ Mgക്ക്, റിഡക്ഷൻ ഓക്സിജന്. ഇനി നമുക്ക് ഇതിന്റെ പറഞ്ഞിരുന്ന മാത്രം പോലെ ഇതിന്റെ ഇക്വേഷൻ എഴുതണം അല്ലെ. നോക്കാം, നമുക്ക് ഇക്വേഷൻ എഴുതാം. Mg എന്ന് പറയുന്ന ആൾ ആദ്യം Mg ആയിരുന്നു, എന്തായിട്ടാണ് മാറിയത് നോക്കി കുട്ടികളെ? Mg 2+ ആയിട്ട് മാറി.
Mg2+ ആയിട്ട് മാറി. പ്ലസ് 2 ഇലക്ട്രോൺ. എങ്ങനെ എഴുതാം? പ്ലസ് 2 ഇലക്ട്രോൺ. കാരണം 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ട് Mg2+ ആയിട്ട് മാറി. അതായത് Mg gives Mg2+ plus 2 ഇലക്ട്രോൺ. ഇതാണ് അതിന്റെ അർത്ഥം. അതായത് അത് ഓക്സിഡേഷൻ ആണ്. അതിന്റെ നേരെ എഴുതി വെക്കുക, ഓക്സിഡേഷൻ. ഫുൾ എഴുതുന്നില്ല. അടുത്തത് ഓക്സിജന്റെ കേസ് എന്താ നോക്കുക. ഓക്സിജൻ ആദ്യം ചാർജ് ഇല്ലാത്ത ആളായിരുന്നു. ഓക്സിജൻ എന്തായിട്ടാണ് മാറിയത്? ഓക്സിജൻ O2- ആയിട്ട് മാറി. എങ്ങനെ? 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ടാണ് മാറിയത്. ശരിയല്ല, ഇലക്ട്രോണിന്റെ മേലെ മൈനസ് ഇടാറുണ്ട് നമ്മൾ, നിർബന്ധമില്ല കേട്ടോ. 2 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് ഓക്സിജൻ O2- ആയിട്ട് മാറി. അഥവാ അത് റിഡക്ഷൻ ആണ്. എന്താണ്? റിഡക്ഷൻ ആണ്. മേലെ Mgക്ക് സംഭവിച്ച ഓക്സിഡേഷനും താഴെ ഓക്സിജന് സംഭവിച്ചത് റിഡക്ഷനും ആണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി Mg ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് കിട്ടി, ഓക്സിജൻ ഇലക്ട്രോൺ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജ് കിട്ടിയത്. പക്ഷേ ഇനി നമുക്ക് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ആ ടേമിന്റെ ആൾക്കാരോട് കണ്ടെത്തണം. അതായത് ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റ്. ഓക്സീകരണം സംഭവിച്ച ആളല്ല ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സീകരണം സംഭവിച്ച ആളുടെ കൂടെയുള്ള ആളായിരിക്കും. അതായത് ഓക്സീകരണം സംഭവിക്കാൻ കാരണക്കാരായിട്ടുള്ള ആളായിരിക്കും. ആരാണ് Mgക്ക് കൂടെയുള്ളത്? അത് Mgക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. അവരുടെ Mgയുടെ കൂടെയുള്ള ആളായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ്. സോ ഓക്സിജൻ ഈസ് ദ ഓക്സിഡൈസിങ് ഏജന്റ് ഹിയർ. ഇനി റെഡ്യൂസിങ് ഏജന്റ് അഥവാ നിരോക്സികാരി. ഓക്സികാരി എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. നിരോക്സികാരി എന്ന് പറയുന്നത്, നിരോക്സീകരണം സംഭവിച്ച ആർക്കാ? റിഡക്ഷൻ ആണ് നിരോക്സീകരണം അല്ലെ. നിരോക്സീകരണം സംഭവിച്ച ഓക്സിജൻ ആണ്. അതുകൊണ്ട് നിരോക്സീകരണം സംഭവിക്കാൻ കാരണക്കാരായിട്ടുള്ള ആള് Mg ആണ്. അതുകൊണ്ട് നിരോക്സികാരി എന്ന് പറയുന്നത് ആരായിരിക്കും? Mg ആയിരിക്കും. സോ ഓക്സിഡേഷൻ, റിഡക്ഷൻ. ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്. പിന്നെ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഡോക്സ് റിയാക്ഷൻ ആണ്. കാരണം ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് സംഭവിക്കുന്നുണ്ട്. ഓക്സിഡേഷൻ റിഡക്ഷൻ ഒരുമിച്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് റിയാക്ഷൻസ് ആണ്? റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് എഴുതുന്ന പരിപാടിയാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞെങ്കിലും റിഡോക്സ് റിയാക്ഷന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. സോ നമുക്ക് അടുത്തത് റിഡോക്സ് റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതാൻ പഠിക്കാം. ഇവിടുത്തെ റിഡോക്സ് റിയാക്ഷന്റെ ഇക്വേഷൻ എങ്ങനെയാവും നോക്കാം. അതായത് സിമ്പിൾ ആണ്. ഓക്സിഡേഷൻ റിഡക്ഷനും സംഭവിച്ച ആൾക്കാരെ എടുത്തെഴുതാം. ഇത്രയേ ഉള്ളൂ റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷൻ സംഭവിച്ച ആരാണ്? ഓക്സിഡേഷൻ സംഭവിച്ചത് മഗ്നീഷ്യത്തിനാണ്. മഗ്നീഷ്യം ആദ്യം എടുത്ത് എഴുതി. അയാൾ എന്തായിട്ടാണ് മാറിയിട്ടുള്ളത്? Mg2+ ആയിട്ട് മാറിയിട്ടുള്ളത്. പക്ഷെ അതല്ല നമ്മളിവിടെ എഴുതാൻ പോണത്. ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിച്ച രണ്ടുപേരെയും എടുത്ത് എഴുതുക ഒരുമിച്ച്. അതായത് അവർ ആദ്യം എന്തായിരുന്നു, പിന്നെ എന്തായിട്ട് മാറി? മഗ്നീഷ്യം ആദ്യം എന്തായിരുന്നു? Mg ആയിരുന്നു. പ്ലസ് ആരാ കൂടെ ഉള്ളത്? ഓക്സിജൻ. രണ്ട് എന്തായിട്ടാണ് മാറിയത്? ഒന്ന് Mg2+ഉം ഒന്ന് O2-. ഇതാണ് റിഡോക്സ് ഇക്വേഷൻ. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും, അല്ല മാഷെ ഇതന്നല്ല ഇപ്പൊ ഈ മേലെ ചാർജ് കൊടുത്ത് എഴുതിയിട്ടുള്ള അയോണിക് ഇക്വേഷൻ ആണ്. അല്ല, അയോണിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈ 0 ചാർജ് എല്ലാം കൊടുക്കും. ഏറെക്കുറെ സെയിം തന്നെയാണ് ഇതുമായിട്ട്. പക്ഷേ റിഡോക്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സംഭവിച്ച ആളെ ആദ്യം എഴുതാം, റിഡക്ഷൻ സംഭവിച്ച ആളെ രണ്ടാമത് എഴുതാം. എന്നിട്ട് 6 മാർക്ക് ഇട്ടതിന് ശേഷം ഓക്സിഡേഷൻ സംഭവിച്ച ആൾക്ക് എന്ത് മാറ്റാൻ ഉണ്ടായത്? Mg2+ ആയിട്ട് മാറി. റിഡക്ഷൻ സംഭവിച്ച ആൾക്ക് എന്ത് മാറ്റാൻ ഉണ്ടായത്? അതായത് O2- ആയിട്ട് മാറി. സിമ്പിൾ ആണ്. ഇനി ഇതിൽ ഓക്സീകരണവും നിരോക്സീകരണവും ഈ റിഡോക്സ് ഇക്വേഷൻ നമ്മുടെ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഓക്സീകരണത്തിലും നിരോക്സീകരണത്തിലൊക്കെ ഇലക്ട്രോണിന്റെ കണക്കുണ്ടാവും അല്ലേ. ഒന്നെങ്കിൽ വലത് ഭാഗത്ത് ലാസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇടത് ഭാഗത്ത് 6 മാർക്കിന്റെ തൊട്ട് മുമ്പ് ഉണ്ടാവും. പക്ഷേ റിഡോക്സ് ഇക്വേഷനിൽ ഇങ്ങനെ ഇലക്ട്രോണിന്റെ കണക്കൊന്നും ഉണ്ടാവില്ല, ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് റിഡോക്സ് ഇക്വേഷൻ. മേലെയുള്ളത് അയോണിക് ഇക്വേഷൻ. അതിൽ 0 കൂടെ നമ്മൾ കാണിക്കും. ഇതെല്ലാം കാണിക്കില്ല. Mg ആദ്യം ഉണ്ടായിരുന്നു, Mg2+ ആയിട്ട് മാറി. O ആദ്യം ഉണ്ടായിരുന്നു, O2- ആയിട്ട് മാറി. ആദ്യം ഉണ്ടായിരുന്ന ആളെയും പിന്നെ ഉണ്ടായ ആളെയും മാറ്റം മാത്രം കാണിക്കുന്ന ഇക്വേഷൻസ് ആണ് റിഡോക്സ് ഇക്വേഷൻസ്. റിഡോക്സ് ഇക്വേഷൻസ് നമ്മൾ നേരത്തെ എഴുതിയ സോഡിയത്തിന്റെയും ക്ലോറിന്റെയും കേസിൽ കൂടെ എഴുതണ്ടേ? അത് ഞാനിവിടെ മേലെ എഴുതി തരാം. ആദ്യം അതിന്റെ കൂട്ടത്തിൽ എഴുതി വെച്ചാൽ മതി. Na ഉണ്ടായിരുന്നു, പിന്നെ Cl ഉണ്ടായിരുന്നു. എന്തായിട്ടാണ് മാറിയത്? Na1+ ആയിട്ട് മാറി. ഇവിടെ ഈ അയോണിക് ഇക്വേഷനും ഇതും തമ്മിലുള്ള വേറൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അയോണിക് ഇക്വേഷനിൽ നമ്മൾ റിസൾട്ടിൽ, അതായത് പ്രൊഡക്റ്റിന്റെ ഭാഗത്ത് അവിടെ ഉണ്ടായ തന്മാത്രയുടെ പേരാണ് എഴുതുന്നത്, അതായത് MgO ആണ്. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല, Mg+O, അതായത് പ്ലസ് ഇടുന്നുണ്ട് കാർഡൂര്. അതായത് ഇവിടെ റിസൾട്ട് ആണ് എഴുതുന്നത്, ഇവിടെ റിസൾട്ട് അല്ല എഴുതുന്നത്. ഇതെന്തായിട്ട് മാറി, ഇതെന്തായിട്ട് മാറി. സെപ്പറേറ്റ് കേസുകളാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ അതേപോലെ സോഡിയം ക്ലോറിനും കൂടി ചേർന്നാൽ Na1+1 അഥവാ Na+1ഉം പ്ലസ് Cl1-. കാരണം ഈ നടുവിൽ പ്ലസ് ഉണ്ടാവും. ഇതാണ് റിഡോക്സ് ഇക്വേഷൻ. നേരത്തെ റിഡോക്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴത്തോടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എഴുതി നോക്കിയാൽ NaCl രണ്ടും കൂടി ചേർന്നിട്ട് Na1+ ആയിട്ട് മാറും, Cl1- ആയിട്ട് മാറും. ഇതാണ് റിഡോക്സ് ഇക്വേഷൻ. അതിൽ നമ്മൾ ഇലക്ട്രോണിന്റെ കണക്കൊന്നും കാണിച്ചിട്ടില്ല. ആദ്യത്തെ ആൾക്കാർ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, അതെന്തായിട്ട് മാറി. ഇവിടെ കണ്ടോ, ആദ്യം എന്തായിരുന്നു ഉണ്ടായിരുന്നത്, എന്തായിട്ട് മാറി. ഇതാണ് റിഡോക്സ് ഇക്വേഷൻ. റിഡോക്സ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഓക്സീകരണവും നിരോക്സീകരണവും സംഭവിക്കുന്നത് ഒരുമിച്ചായിരിക്കും. ആദ്യം ഇക്വേഷൻ തന്നെ ആയിരിക്കും.
അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷനും കൂടെ ഒരുമിച്ച് എഴുതുന്നതാണ് റിഡോക്സ് ഇക്വേഷൻ. വേറെ ഒന്നുമില്ല, സിമ്പിളാണ് കേസ് കേട്ടോ. സോ നമുക്ക് ക്ലാസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഇത്രയും നേരം ഈ ചാപ്റ്ററിൽ പഠിച്ചത് ഒന്നാമത് മാസിൻ്റെ ബാലൻസിങ് ആണ്. അതായത് മാസ് തുടക്കത്തിലും പിന്നീടും ഈക്വൽ ആയിരിക്കും എന്നുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ശേഷം നമ്മളത് ബാലൻസ് ചെയ്യാൻ പഠിച്ചു ഇക്വേഷന്. ശേഷം നമ്മൾ രാസപ്രവർത്തനത്തിൻ്റെ വേഗത എല്ലാ രാസപ്രവർത്തനത്തിനും ഒരേപോലെ അല്ല എന്ന് പഠിച്ചു. കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും തമ്മിലുള്ള മാറ്റം ഞാൻ പറഞ്ഞു തന്നു. ശേഷം നമ്മൾ പഠിച്ചത് ഇതാണ്, ഓക്സിഡേഷനും റിഡക്ഷനും. ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, സ്വീകരിക്കുന്ന ആൾക്കാരുണ്ടാവും. വിട്ടുകൊടുക്കുന്ന പ്രവർത്തനത്തെ ഓക്സിഡേഷൻ എന്നും സ്വീകരിക്കുന്ന പ്രവർത്തനത്തെ റിഡക്ഷൻ എന്നും അഥവാ നിരോക്സീകരണം എന്നും, രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുന്ന പ്രവർത്തനത്തെ റിഡോക്സ് റിയാക്ഷൻ എന്നും പറയുന്നു. ഇതിൻ്റെ ഇക്വേഷൻസ് എഴുതാൻ പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 9ാം ക്ലാസ്സിൽ മാത്രമല്ല 10ാം ക്ലാസ്സിലും പല ചാപ്റ്ററിലും ഈ ഇക്വേഷൻസ് എഴുതാൻ വരുന്നുണ്ട് എന്നതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇത് ഡീപ്പായിട്ട് 2-3 എക്സാമ്പിൾ വെച്ചിട്ട് എടുത്തത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. സീ യു നെക്സ്റ്റ് ക്ലാസ്.